ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരുടെയും സൺഡേ ഒക്കെ എങ്ങനെ പോയി? ഇന്ന് എനിക്ക് ഫുള്ള് ക്ലീനിങ്ങിൻ്റെ ദിവസമായിരുന്നു. അപ്പം അടുക്കളയിലെ ക്ലീനിങ് എല്ലാം രാവിലത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിലെ ടിന്നുകളിൽ കാലിയായിട്ടിരിക്കുന്നതെല്ലാം റീഫില്ല് ചെയ്യുക എന്നുള്ളൊരു കടമയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുളക് പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി പൊടിപ്പിച്ച് വലിയ ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം കഴിയാറായപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ടിന്നിലോട്ട് തട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉലുവയും മസാലയൊക്കെ പൊടിക്കാനായിട്ട് ഞാൻ രാവിലെ എടുത്ത് ആ ബക്കറ്റിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കയ്യോടെ അങ്ങ് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാത്ത ദിവസങ്ങളിൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. അപ്പം ഇങ്ങനത്തുള്ള ദിവസങ്ങളിലാകുമ്പോൾ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ ആ പേപ്പറിൽ ഞാൻ പൊടിച്ച് ഇങ്ങനെ തട്ടിയിട്ട് വെച്ചേക്കാണ് എനിക്ക് കുപ്പിയിലോട്ട് പകരാനുള്ള എളുപ്പത്തിൽ. അപ്പം ഉലുവാപ്പൊടി, മസാലപ്പൊടി അങ്ങനെ ഞാൻ ആക്കി ടിന്നുകളിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി അതുപോലെ ടിന്നിലോട്ട് ആക്കുന്നുണ്ട്. പിന്നെ കുറച്ചേറെ ചെറിയുള്ളി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മെനക്കെട്ട പണിയാണ് ചെറിയുള്ളി പൊളിക്കുക എന്നുള്ളത്. സവാളയാണെങ്കിൽ വളരെ എളുപ്പം കഴിഞ്ഞ് കിട്ടും. പക്ഷേ ചെറിയുള്ളി അങ്ങനെയല്ല. അതുകൊണ്ട് ടാസ്ക് പിടിച്ച പരിപാടികളെല്ലാം ഒരു സൈഡ് ഒതുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ മൂഡ് ഏത് രീതിയിലായിരിക്കുമെന്ന്. ചില ദിവസങ്ങളിൽ അവർ ചിരിച്ചുകൊണ്ട് എണീച്ച് വരും, ചില ദിവസങ്ങളിൽ അവർ കീറി തകർക്കും. അത് അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം ബിന്ദുമ്മയ്ക്ക് ജോലിക്ക് പോകണം, എനിക്ക് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് ചെറിയുള്ളി ഒരു ബോക്സ് നിറയെ ഞാൻ പൊളിച്ച് വെക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും കിട്ടിയത് വലിയ ചെറിയുള്ളിയാണ്. അതുകൊണ്ട് തന്നെ പൊളിക്കാൻ എളുപ്പമായിരുന്നു. പിന്നെ വെളുത്തുള്ളിയുടെ കാര്യം എനിക്കിന്ന് പോക്കായിരുന്നു ഗൈസ്. എല്ലാം കുഞ്ഞു കുഞ്ഞു അലികളായിരുന്നു. മെനക്കെട്ടിരുന്ന് എന്തായാലും പൊളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഫ്രീസറിലോട്ട് തേങ്ങയും മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രീസറിൽ താഴെ ഒരുപാട് ദിവസം ഇരിക്കില്ല, കേടായി പോവും. ഫ്രീസറിലോട്ട് മാറ്റിയാൽ കുറച്ച് ദിവസം ഇരിക്കും. അങ്ങനെ തേങ്ങ ഫ്രീസറിലോട്ടും ചെറിയുള്ളി ഫ്രിഡ്ജിലോട്ടും മാറ്റി പിന്നെ ടിന്നുകളൊക്കെ അതാത് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്.